Hi students, നമുക്ക് ഇന്ന് ഒരു പുതിയ ചാപ്റ്റർ ആയിട്ട് കിടക്കാം. ഡിറ്റർമിനൻസ് എന്ന ഒരു ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്റർ കഴിഞ്ഞ ചാപ്റ്റർ ആയിട്ടുള്ള മാട്രിക്സ് എന്ന ചാപ്റ്റർ ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവിടെ ഡിറ്റർമിനൻസ് എന്ന കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് for every square matrix we can associate a real number. ഏതൊരു സ്ക്വയർ മാട്രിക്സിനോട് കൂടെ നമുക്കൊരു റിയൽ നമ്പർ ആയിട്ട് അസോസിയേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സ്ക്വയർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ആയിരിക്കാം, സെക്കൻഡ് ഓർഡർ ആയിരിക്കാം, തേർഡ് ഓർഡർ ആയിരിക്കാം, ഏത് ഓർഡർ ആയാലും കുഴപ്പമില്ല. We can associate each square matrix by a real number and that real number is known as the determinant of that matrix. ആ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് ഏത് സ്ക്വയർ മാട്രിക്സിനും ഒരു ഡിറ്റർമിനന്റ് വാല്യൂ നമുക്ക് പറയാൻ പറ്റും. അതൊരു റിയൽ നമ്പർ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ എന്നൊരു മാട്രിക്സ് ഉണ്ട്. ആ മാട്രിക്സിനെ ഞാൻ ഇങ്ങനെ ഒന്ന് ഡിനോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ, AIJ. ഇതൊരു സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ n ആണെന്ന് വിചാരിച്ചോളൂ. ഈ സ്ക്വയർ മാട്രിക്സിനെ ഒരു റിയൽ നമ്പർ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന ആ റിയൽ നമ്പറിനെ ആ സ്ക്വയർ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്നാണ് പറയുന്നത്. ആൻഡ് യൂഷ്വലി ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മാട്രിക്സ് ക്യാപിറ്റൽ A ഈസ് ഡിനോട്ടഡ് ബൈ ദ സിംബൽ ദിസ്. ഇത് മോഡുലസ് A എന്നല്ല വായിക്കുക, ഡിറ്റർമിനന്റ് A എന്നാണ് വായിക്കുക. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ എഴുതാറുണ്ട്, DETA ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷനും ഉണ്ട്. കൂടുതൽ നമ്മൾ ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇത് മോഡുലസ് A എന്നല്ല വായിക്കേണ്ടത്. മോഡുലസിന്റെ സിമ്പിൾ ആണെങ്കിൽ തന്നെയും നമ്മൾ വായിക്കേണ്ടത് ഡിറ്റർമിനന്റ് A എന്നാണ് വായിക്കേണ്ടത്. അല്ലെങ്കിൽ ചില ബുക്കുകളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും DET, ഡിറ്റർമിനന്റ് ആ DET പിന്നെ A. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് A എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതൊരു സ്ക്വയർ മാട്രിക്സിനും ഒരു ഡിറ്റർമിനന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഒരു സ്ക്വയർ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഫസ്റ്റ് ഓർഡർ സ്ക്വയർ മാട്രിക്സ് ആണെന്ന് വിചാരിച്ചോളൂ. ഫസ്റ്റ് ഓർഡർ സ്ക്വയർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ സ്ക്വയർ മാട്രിക്സിനെ ഒരു റോയും ഒരു കോളവും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത്തരം സ്ക്വയർ മാട്രിക്സുകളുടെ ഡിറ്റർമിനന്റ് എങ്ങനെ കാണും എന്നുള്ളത് നോക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കിയോളൂ. A ഈക്വൽ ടു ഡിറ്റർമിനന്റ് 2. ഇതൊരു മാട്രിക്സ് ആണ്. ഇതിലെ ഒരു റോ ഉണ്ട്, ഒരു കോളം ഉണ്ട്. അതായത് ഒരു റോ ഒരു കോളം, അതായത് 1/1 മാട്രിക്സ് ആണിത്. അതാണ് ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ സ്ക്വയർ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റിനെ നമ്മൾ കാണിക്കാനുള്ള സിമ്പിൾ ഇങ്ങനെയാണ്, ഡിറ്റർമിനന്റ് A. അപ്പോൾ നമ്മളിതാ ഈ സ്ക്വയർ ബ്രാക്കറ്റ് മാറ്റി ഇത് എങ്ങനെ എഴുതും കേട്ടോ. ഇത് മോഡുലസ് 2 എന്നല്ല വായിക്കേണ്ടത്, ഡിറ്റർമിനന്റ് 2 എന്നാണ്. ഇത് ഈക്വൽ ടു 2 തന്നെയാണ്. അതായത് ഒരു ഫസ്റ്റ് ഓർഡർ സ്ക്വയർ മാട്രിക്സ് ആണെങ്കിൽ അതിൽ ആകെ കൂടി ഒരൊറ്റ എലമെന്റ് ഉണ്ടായിരിക്കുള്ളൂ. ആ എലമെന്റ് തന്നെയാണ് അതിന്റെ ഡിറ്റർമിനന്റ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. A ഈക്വൽ ടു -4. ഇതൊരു ഫസ്റ്റ് ഓർഡർ മാട്രിക്സ് ആണ്, അതായത് ഓർഡർ 1/1 ആണ്. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ കാണുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് -4, മോഡുലസ് ഓഫ് -4 എന്നല്ല കേട്ടോ, ഡിറ്റർമിനന്റ് ഓഫ് -4 ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് -4 കേട്ടോ. നമ്മൾ സാധാരണ മോഡുലസ് എടുക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ട്, ഇത് മോഡുലസ് എന്നുള്ള ഐഡിയ അല്ല, ആ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. അപ്പോൾ ഒരേ ഒരു എലമെന്റ് ഉള്ള മാട്രിക്സ്, അത് 1/1 ഓർഡറിലുള്ള മാട്രിക്സ് ആണെങ്കിൽ ആ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആയിട്ട് ആ നമ്പർ തന്നെ നമ്മൾ എടുക്കുകയാണ്. അതാണ് ഫസ്റ്റ് ഓർഡർ സ്ക്വയർ മാട്രിക്സുകളുടെ ഡിറ്റർമിനന്റ് കാണാനുള്ള മെത്തേഡ് കേട്ടോ. ഇനി നമ്മൾ സെക്കൻഡ് ഓർഡർ മാട്രിക്സിലേക്ക് കടക്കുകയാണ്. അതായത് സെക്കൻഡ് ഓർഡർ മാട്രിക്സ് എടുക്കുന്നു. സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ 2/2 ഓർഡറിലുള്ള മാട്രിക്സ് ആണ്. ഇത്തരം മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കാം. അതിനാദ്യം നമ്മളൊരു എക്സാമ്പിൾ ഇവിടെ എഴുതുന്നു. A ഈക്വൽ ടു മാട്രിക്സ് A1 B1 A2 B2 ഉണ്ടോ. ഇത് ഒരു 2/2 ഓർഡറിലുള്ള ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. 2 റോയും 2 കോളവും ഉണ്ട്. അപ്പൊ ഇതിനും ഒരു ഡിറ്റർമിനന്റ് ഉണ്ട്. ആ ഡിറ്റർമിനന്റ് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഡിറ്റർമിനന്റ് A. അപ്പോൾ ആ ഡിറ്റർമിനന്റ് ഈ മാട്രിക്സിന്റെ കാണിക്കാൻ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ കൊടുത്തു, A1 B1
A2 B2 ഉണ്ടോ? ഇത് മാട്രിക്സ് അല്ല കേട്ടോ. ഇതിന് വായിക്കേണ്ടത് ഡിറ്റർമിനന്റ് എന്നാ വായിക്കേണ്ടത്. ഡിറ്റർമിനന്റ് A1 B1 A2 B2. ഇത് മാട്രിക്സ് A1 B1 A2 B2 ആണ്. ഇത് ഡിറ്റർമിനന്റ് എന്നാ പറയാ. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? നേരത്തെ ഫസ്റ്റ് ഓർഡർ ആവുമ്പോൾ എന്താ ചെയ്തത്? ആ എലമെന്റ് തന്നെ അതിന്റെ ഡിറ്റർമിനന്റ് ആയിട്ട് എടുക്കുക ചെയ്തത് അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ ഈ സെക്കൻഡ് ഓർഡർ ആണ് അല്ലേ? ഇങ്ങനെ സെക്കൻഡ് ഓർഡറിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. അതായത് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. അതായത് A1 into B1 A1 B1 A1 B2 മൈനസ് A2 B1. അതായത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും സെക്കൻഡ് ഓർഡർ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. നോക്കാം, A1 B2 മൈനസ് A2 B1. അത് കണ്ടാൽ അതായിരിക്കും ഇതിന്റെ ഡിറ്റർമിനന്റ്. ഞാനൊരു എക്സാമ്പിൾ ഒന്ന് എടുക്കാം. A ഈക്വൽ ടു മാട്രിക്സ് 2 3 അതുപോലെ തന്നെ 1 4. ഇതൊരു സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 2 ആണ്. ഈ ഒരു ഫോർമുല പ്രകാരം നമ്മൾ ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാന്ന് വിചാരിച്ചോളൂ. ഡിറ്റർമിനന്റ് A ഈക്വൽ ടു ഡിറ്റർമിനന്റ് 2 3 1 4. ഇതെങ്ങനെയാ കാണുന്നത്? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ദെൻ മൈനസിങ്. അതായത് 2 into 4 8 minus 1 into 3 3. That means 8 minus 3 equal to 5. അപ്പോൾ ഈ സ്ക്വയർ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 5 കണ്ടോ? അപ്പോൾ ഒരു സ്ക്വയർ മാട്രിക്സിനെ ഒരു റിയൽ നമ്പർ ആയിട്ട് ഇവിടെ കണക്ട് ചെയ്തേക്കാണ്. ഇത് സ്ക്വയർ മാട്രിക്സ്, അതിന്റെ ഡിറ്റർമിനന്റ് 5 ആണ്. ഇത് സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 2 ആണ്. അതായത് 2/2 ഓർഡറിലുള്ള സ്ക്വയർ മാട്രിക്സ് ആണ്. അപ്പോൾ അത്തരം സ്ക്വയർ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ദെൻ മൈനസിങ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് ഓർഡർ സ്ക്വയർ മാട്രിക്സ്, ഇത് സെക്കൻഡ് ഓർഡർ സ്ക്വയർ മാട്രിക്സ്. ഇനി നമുക്ക് തേർഡ് ഓർഡർ വരുമ്പോൾ എന്താണ് ചെയ്യുക എന്ന് നോക്കാം. നോക്കിക്കോളൂ, തേർഡ് ഓർഡർ സ്ക്വയർ മാട്രിക്സ്. തേർഡ് ഓർഡർ. അപ്പൊ തേർഡ് ഓർഡർ സ്ക്വയർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഓർഡർ 3/3 എന്ന് പറഞ്ഞാൽ എന്താ? ആ മാട്രിക്സിന് 3 റോസും 3 കോളംസും ഉണ്ടായിരിക്കും. സ്ക്വയർ മാട്രിക്സ് തന്നെയാണ്, അതിന് 3 റോസും 3 കോളംസും ഉണ്ട്. അപ്പൊ ഇത്തരം സ്ക്വയർ മാട്രിക്സുകളുടെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്ന് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ ആദ്യം ഒന്ന് പറയാണ്. A ഈക്വൽ ടു മാട്രിക്സ് A1 B1 C1 A2 B2 C2 A3 B3 C3. ഇതൊരു സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മാട്രിക്സ് ഓഫ് ഓർഡർ 3/3 ആണ്. ഉണ്ടോ? അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് കാണണം. ആ ഡിറ്റർമിനന്റ് കാണാൻ നമ്മൾ നൊട്ടേഷൻ എങ്ങനെയാണ്? ഡിറ്റർമിനന്റ് A, ഈ മാട്രിക്സിന്റെ സ്ക്വയർ ബ്രാക്കറ്റ് മാറി ഇങ്ങനത്തെ സൈൻ ആയി A1 B1 C1 A2 B2 C2 A3 B3 C3. ഉണ്ടോ? അപ്പൊ ഇത് മാട്രിക്സ്, ഇത് ഡിറ്റർമിനന്റ് ആണ്. ഉണ്ടോ? വ്യത്യാസം ശ്രദ്ധിക്കുക. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിന്റെ സിമ്പൽ ആണ്, ഇവിടെ വെറുതെ മോഡുലസിന്റെ സിമ്പൽ ആണ്. പക്ഷെ ഇത് വായിക്കേണ്ടത് ഡിറ്റർമിനന്റ് എന്നാണ്. അപ്പൊ നേരത്തെ 2/2 മാട്രിക്സിന് എന്താ ചെയ്തത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി മൈനസ് ചെയ്യുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വേറൊരു മെത്തേഡ് ചെയ്യുന്നത് കേട്ടോ. തേർഡ് ഓർഡറിന് വേറൊരു മെത്തേഡാണ്. അവിടെ എന്താ ചെയ്യണമെന്ന് ഏതെങ്കിലും ഒരു റോ എടുക്കാം. ഏതിപ്പോ നമുക്ക് ആദ്യത്തെ റോ എടുക്കാം. ആദ്യത്തെ റോയിലത്തെ എലമെന്റ്സ് ഏതാ? A1 B1 C1 ആണ് അല്ലേ? അത് വെച്ച് ഇതിനൊന്ന് എക്സ്പാൻഷൻ നടത്താൻ പോവാണ്. എന്താ ചെയ്യണം നോക്കിക്കോളൂ. ദിസ് ഈസ് ഈക്വൽ ടു, ഇത് കാണാനായിട്ടുള്ള മെത്തേഡ് ആണ് ഇനി പറയുന്നത്. ആദ്യം ഞാൻ ഫസ്റ്റ് റോയിലത്തെ ഫസ്റ്റ് എലമെന്റ് A1 എടുക്കുന്നു. A1 ഉണ്ടോ? ഇനി എന്ത് ചെയ്യണം വെച്ചാല് ഈ A1 ഉൾപ്പെടുന്ന റോയും A1 ഉൾപ്പെടുന്ന കോളവും ഡിലീറ്റ് ചെയ്യുന്നു. അപ്പൊ ബാക്കി B2 C2 B3 C3 അല്ലേ അല്ലേ? അത് ഞാനൊരു ഡിറ്റർമിനന്റ് പോലെ ഇങ്ങനെ എഴുതാം. B2 C2 B3 C3 ഉണ്ടോ? അതായത് A1 ഇൻറ്റു ഈ ഡിറ്റർമിനന്റ് ഉണ്ടോ? ആ ഡിറ്റർമിനന്റ് എങ്ങനെ കിട്ടിയത്? A1 എന്ന നമ്പർ ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത സൈൻ മൈനസ് ഇടുക. അടുത്തത് കൂടെ മൈനസ്. ഇനി അടുത്ത നമ്പർ B1 എടുക്കുക. ഞാൻ ഫസ്റ്റ് റോ എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് മൈനസ് ഇട്ടിട്ട് എടുത്തേക്കുന്നത്. B1. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ B1 ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കുക. അപ്പൊ കിട്ടുന്നത് A2 C2 A3 C3. അതിന്റെ ഡിറ്റർമിനന്റ് എഴുതാം. A2 C2 A3 C3 ഉണ്ടോ? ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി ലാസ്റ്റ് C1, അവിടെ പ്ലസ് എഴുതാം ഉണ്ടോ? പ്ലസ് C1. പിന്നെ ആ എലമെന്റ് ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കുക. ഇതെന്താ? ഡിറ്റർമിനന്റ് A2 B2 A3
B3 ഉണ്ടോ? ഇങ്ങനെയാണ് തേർഡ് ഓർഡർ ഡിറ്റർമിനന്റ് കാണുന്നത്. ഇനി ഈ സെക്കൻഡ് ഓർഡറിന്റെ കാണുന്നത് നമുക്കറിയാലോ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി മൈനസ് ചെയ്യുക, അതുപോലെ തന്നെ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി മൈനസ് ചെയ്യുക, ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി മൈനസ് ചെയ്യുക. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ we will obtain a real value. അതാണ് ഇതിന്റെ ഡിറ്റർമിനന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡറിന് നമ്മൾ ചെയ്തത് ജസ്റ്റ് ആ എലമെന്റ് എടുത്തെഴുതി. സെക്കൻഡ് ഓർഡർ മാട്രിക്സ് ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി മൈനസ് ചെയ്തു. തേർഡ് ഓർഡർ ആണെങ്കിൽ ഈ രീതിയിൽ എക്സ്പാൻഷൻ നടത്തി. ഈ എക്സ്പാൻഷൻ നടത്താൻ നമ്മളിവിടെ ഏതാണ് ഉപയോഗിച്ചത്? ഫസ്റ്റ് റോ ആണ് ഉപയോഗിച്ചത് അല്ലേ? ഫസ്റ്റ് റോ ഉപയോഗിക്കുമ്പോൾ ആദ്യം A1, പിന്നെ അത് എലമെന്റ് ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ്, പിന്നെ മൈനസ്, പിന്നെ അടുത്ത എലമെന്റ് B1 എഴുതി, അത് ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കിയിട്ടുള്ള ഡിറ്റർമിനന്റ്, പിന്നെ പ്ലസ്. അപ്പൊ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും പറയണം. ഫസ്റ്റ് റോ എടുക്കുമ്പോൾ തുടക്കം പ്ലസ് ആണ് വരുന്നത് കേട്ടോ. ഇനി നോക്കൂ, ഞാൻ സെക്കൻഡ് റോ വെച്ചിട്ട് എന്ത് ചെയ്യാം നോക്കിയോളൂ. സെക്കൻഡ് റോ എടുക്കാന്ന് വിചാരിച്ചു. അതായത് സെക്കൻഡ് റോ ഏതാ? A2 B2 C2. സെക്കൻഡ് റോ ആണ് തുടങ്ങുന്നതെങ്കിൽ ആദ്യം തുടങ്ങുന്നത് മൈനസ് ഇടണം. ഇനി നോക്കൂ, A2 എഴുതുന്നു. മൈനസ് ഓൾറെഡി ആ ഫോർമുലയിലുള്ള മൈനസ് ആണ്. A2, പിന്നെ അത് ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കുന്നു. ഇതും ഒഴിവാക്കിയാൽ പിന്നെ B1 C1 B3 C3 ഉണ്ടാവും. മൈനസിലാണ് തുടങ്ങിയത്, കാരണം സെക്കൻഡ് റോ ആണ് ഉപയോഗിച്ചത് കേട്ടോ. ഇനി അടുത്തത് പ്ലസ്. ആദ്യം മൈനസ് ഉപയോഗിച്ച പിന്നെ പ്ലസ്. അടുത്ത എലമെന്റ് നോക്കിയ B2, പിന്നെ അത് ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കുമ്പോൾ A1 C1 A3 C3 കേട്ടോ, ഇങ്ങനെ വരുന്നത്. ഇനി അടുത്തത് മൈനസ് ആണ്. മൈനസ് C2 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കുന്നു A1 B1 A3 B3 ഉണ്ടോ. ഇങ്ങനെ എക്സ്പാൻഷൻ നടത്താം. അപ്പോ ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഷൻ നടത്താം, സെക്കൻഡ് റോ വെച്ചിട്ട് ചെയ്യാം. സെക്കൻഡ് റോ വെച്ച് ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ മൈനസ് ഇട്ട് കൊടുക്കണം. ഈ തേർഡ് റോ ആണെങ്കിൽ തുടങ്ങുമ്പോൾ പ്ലസ്. അങ്ങനെയാണ് ഇതിന്റെ മൈനസും പ്ലസ്. അതിന് കാരണം ഉണ്ട് കേട്ടോ, അത് നമ്മൾ പിന്നീട് പറയും, എന്തുകൊണ്ടാണ് അങ്ങനെ പ്ലസും മൈനസും ഒക്കെ അവിടെ അങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പിന്നീട് പറയും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എക്സ്പാൻഷൻ നടത്തിയാൽ we will obtain a real value. അതാണ് ഇതിന്റെ ഡിറ്റർമിനന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓർഡറിന്റെ പറഞ്ഞു, സെക്കൻഡ് ഓർഡറിന്റെ പറഞ്ഞു, തേർഡ് ഓർഡറിന്റെയും പറഞ്ഞു. ഇനി ഫോർത്ത് ഓർഡറും അതിന്റെ മുകളിലേക്കുള്ളതൊക്കെ ഈ രീതിയിൽ ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫോർത്ത് ഓർഡർ ഒക്കെ എക്സ്പാൻഷൻ നടത്താൻ നമുക്ക് അങ്ങനെ വരാറില്ല കേട്ടോ. തേർഡ് ഓർഡർ വരെയാണ് മാക്സിമം ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാം. കാരണം ഫോർത്ത് ഓർഡർ ഒക്കെ കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആവും, കാരണം ഇതുപോലെ ചെയ്ത് കൊണ്ടുവരണ്ടേ. അതുകൊണ്ട് അപ്പൊ ഫസ്റ്റും സെക്കൻഡും തേർഡ് ഓർഡർ കാണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. തേർഡ് ഓർഡറിന്റെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോർത്തും ഫിഫ്ത്ത് ഓർഡർക്ക് വന്ന് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ഫോർത്ത് ഓർഡർ മാട്രിക്സ് ഒന്ന് പറയാണ് കേട്ടോ. A equal to matrix A1 B1 C1 D1 A2 B2 C2 D2 A3 B3 C3 D3 then next A4 B4 C4 D4 ഉണ്ടോ. ഇതൊരു ഫോർത്ത് ഓർഡർ മാട്രിക്സ് ആണ്. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഏതെങ്കിലും ഒരു റോ എടുക്കുക, ഫസ്റ്റ് റോ എടുക്കാന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഡിറ്റർമിനന്റ് A കാണുമ്പോൾ ഫസ്റ്റ് റോയിൽ A1 എടുക്കുക. ആ A1 ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്താൽ ബാക്കി ഇതാണ് കിട്ടുക അല്ലെ. അതിന്റെ ഡിറ്റർമിനന്റ് എഴുതാം. B2 C2 D2 B3 C3 D3 B4 C4 D4 ഉണ്ടോ. A1 into D ഡിറ്റർമിനന്റ്. ഇനി അടുത്തത് എന്താ? മൈനസ് B1 എടുക്കണം കേട്ടോ. ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും വരും. മൈനസ് B1. പിന്നെ എന്ത് ചെയ്യണം? ആ B1 ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കുക. അപ്പൊ എന്താ വരിക? A2 C2 D2 പിന്നെ A3 C3 D3 പിന്നെ A4 C4 D4 ഉണ്ടോ. മൈനസ് B1 into that. ഇനി അടുത്തത് എന്താ? പ്ലസ് C1 ഉണ്ടോ. പ്ലസ് C1 പിന്നെ അത് ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കിയാൽ A2 B2 D2 പിന്നെ A3 B3 D3 A4 B4 D4 C1 into. ഇനി അടുത്തത് നോക്കൂ, D1 ആണ്. അപ്പൊ മൈനസ് എടുക്കണം. അപ്പൊ മൈനസ് D1 into അത് ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കിയാൽ A2 B2 C2 പിന്നെ A3 B3 C3 A4 B4 C4 ഉണ്ടോ. ഇങ്ങനെ എക്സ്പാൻഷൻ. പക്ഷെ ഇതിലെ ഈ ഓരോ തേർഡ് ഓർഡർ ഡിറ്റർമിനന്റും കഴിഞ്ഞ സെക്ഷൻ പോലെ നമ്മൾ എക്സ്പാൻഷൻ നടത്തണം. അതാണ് ഞാൻ പറഞ്ഞത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഫോർത്ത് ഓർഡറിന്റെ വരാൻ സാധ്യത വളരെ കുറവാണ്.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേറെ മെത്തേഡുകളുണ്ട്, പ്രോപ്പർട്ടീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള മെത്തേഡുകളുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഡിറ്റർമിനന്റ് ഓഫ് എ മാട്രിക്സ്, ഒരു മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ആ മാട്രിക്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു റിയൽ നമ്പർ ആണ് കേട്ടോ. മാട്രിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു അറേഞ്ച്മെന്റ് ആണ്. എന്നാൽ ഡിറ്റർമിനന്റ് ഓഫ് എ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിയൽ നമ്പർ അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് സ്ക്വയർ മാട്രിക്സ്. സ്ക്വയർ മാട്രിക്സുകൾക്ക് മാത്രമേ ഡിറ്റർമിനന്റ് ഉള്ളൂ. സ്ക്വയർ അല്ലാത്ത മാട്രിക്സുകൾക്ക് ഡിറ്റർമിനന്റ് ഇല്ല, നമുക്കത് നോട്ട് ഡിഫൈൻ. അതായത് ഇങ്ങനത്തെ ഒരു മാട്രിക്സ് ആണെന്ന് വിചാരിച്ചോളൂ, 1 2 3 4 5 6 ഇതൊരു മാട്രിക്സ് ആണ്. ഇതൊരു 2/3 ഓർഡറിലുള്ള മാട്രിക്സ് ആ. ഇതിന് ഡിറ്റർമിനന്റ് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഡിറ്റർമിനന്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓൺലി ഫോർ സ്ക്വയർ മാട്രിക്സസ്. അത് ഫസ്റ്റ് ഓർഡർ ആവാം, സെക്കൻഡ് ഓർഡർ ആവാം, തേർഡ് ഓർഡർ ആവാം, ഏത് ഓർഡറിൽ വേണമെങ്കിലും ആകാം. എല്ലാത്തിനും ഡിറ്റർമിനന്റ് ഉണ്ട്. പക്ഷേ സ്ക്വയർ അല്ലാത്ത മാട്രിക്സുകൾക്ക് ഡിറ്റർമിനന്റ് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതായിട്ട് ബന്ധപ്പെടുന്ന ചില പ്രോബ്ലംസ് ചെയ്യാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. ഇതായിട്ട് ബന്ധപ്പെടുന്ന ചില പ്രോബ്ലംസ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, evaluate the following determinants. അതായത് നമ്മൾ ചില ഡിറ്റർമിനന്റുകൾ ഇവിടെ എഴുതാൻ പോവാണ്. അത് ഓരോന്നും നമ്മൾ അതിന്റെ വാല്യൂ കാൽക്കുലേഷൻ നടത്തണം. അതിലെ ഒന്നാമത്തത് ഇതാണ്, ഡിറ്റർമിനന്റ് 2 4 -1 2. ഇതിന്റെ വാല്യൂ കാൽക്കുലേഷൻ നടത്തണം. അപ്പൊ ഇത് ഏത് ഓർഡർ ആണെന്ന് നോക്കി, സെക്കൻഡ് ഓർഡർ ആണ് അല്ലെ. സെക്കൻഡ് ഓർഡർ ഡിറ്റർമിനന്റ് എങ്ങനെയാ നമ്മൾ കാണാം, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി മൈനസ് ചെയ്യാം. അപ്പൊ ഇത് എന്താ ചെയ്യാ, 2 × 2 ഉണ്ടോ, പിന്നെ മൈനസ്, പിന്നെന്താ -1 × 4. അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി മൈനസ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വരും, ദിസ് ഈസ് ഈക്വൽ ടു 4, ഇവിടെ മൈനസ് മൈനസ് വന്നുകൊണ്ട് +4 ആയി, ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അപ്പോ ആദ്യത്തെ ആ ഡിറ്റർമിനന്റിന്റെ ആൻസർ 8 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഡിറ്റർമിനന്റ് x + 1, പിന്നെ ഇവിടെ x - 1 x. ഈ വാല്യൂ കാൽക്കുലേഷൻ നടത്തണം. ഇവിടെ നമുക്ക് x എന്നുള്ള ഒരു ആൾജിബ്രൈക് ടേം ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എനിവേ ഇങ്ങനത്തെ സെക്കൻഡ് ഓർഡർ കണ്ടാൽ എന്താ ചെയ്യേണ്ടത്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി മൈനസ് ചെയ്യാം. അപ്പൊ എന്താ ചെയ്യാൻ നോക്കിയേ, x × x x² minus x - 1 × x + 1 കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്, x × x x² minus x - 1 × x + 1. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ, എന്താണത്, x² - 1 ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു x² - x² - 1. ഇനി ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് മൈനസ് ഒന്ന് എടുത്ത് നോക്കി. അപ്പൊ എന്താ വരിക, x² - x² + 1. ഇതിൽ ആ x² രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു 1. അപ്പോ ഈ മാട്രിക്സ്, ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 1 ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി അത് സിംപ്ലിഫൈ ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കോളൂ. നമ്പർ 3. അവിടെ ഡിറ്റർമിനന്റ് sin θ cos θ then minus cos θ പിന്നെ sin θ. ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ ആണ് കാണുന്നത്. ഇതും ഒരു സെക്കൻഡ് ഓർഡർ ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ സെക്കൻഡ് ഓർഡർ ഡിറ്റർമിനന്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ദെൻ മൈനസ്. അപ്പൊ ഇവിടെ എന്താ വരിക നോക്കിയേ, sin θ × sin θ sin² θ മൈനസ്, ആ മൈനസ് അവിടെ ഇടണം. പിന്നെന്താണ്, മൈനസ് cos θ × cos θ, മൈനസ് cos² θ sin² θ മൈനസ് മൈനസ് കണ്ടോ, രണ്ട് മൈനസ് വന്നു. അപ്പൊ ഇതെന്താവും, ദിസ് ഈസ് ഈക്വൽ ടു sin² θ, ഇത് പ്ലസ് ആവും, cos² θ. sin² θയും cos² θയും ആഡ് ചെയ്ത് എന്താ കിട്ടുക, 1 അല്ലേ. അപ്പൊ ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 1 ആണെന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ. അപ്പോ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ദെൻ മൈനസ്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് സെക്കൻഡ് ഓർഡർ പ്രോബ്ലംസ് ആണ് അല്ലെ. ഇനി ഒരു തേർഡ് ഓർഡർ ഒന്ന് നോക്കാം. ദാ ഫോർത്ത്, ഡിറ്റർമിനന്റ് 1 2 4, പിന്നെ -1 3 0
410. ഇതാണ് നമ്മളുടെ ഡിറ്റർമിനന്റ് കാണേണ്ടത്. ഇതിന്റെ ഡിറ്റർമിനന്റ് കാണണമെങ്കിൽ ഇത് തേർഡ് ഓർഡർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പാൻഷൻ നടത്തണം അല്ലേ? ഏത് റോ വെച്ചിട്ടും ചെയ്യാം, ഏത് കോളം വെച്ചിട്ടും ചെയ്യാം. കോളം വെച്ചിട്ടും ചെയ്യാത്തതൊക്കെ. അപ്പോ നമ്മൾ ഫസ്റ്റ് കോളം വെച്ചിട്ട് തുടങ്ങണമെങ്കിൽ പ്ലസ് മൈനസ് പ്ലസ്, സെക്കൻഡ് കോളം വെച്ചിട്ട് തുടങ്ങണമെങ്കിൽ മൈനസ് പ്ലസ് മൈനസ്, തേർഡ് കോളം വെച്ചാൽ പ്ലസ് മൈനസ്. ആ ഓർഡറിൽ വേണം പോകാൻ. നമ്മളിപ്പോ റോ വെച്ച് ചെയ്യുന്നു വിചാരിച്ചാൽ മതി. ഞാൻ ആ ഫസ്റ്റ് റോ വെച്ചിട്ടാണ് ഇത് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇപ്പൊ നോക്കിയോളൂ, ദിസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് റോ അല്ല 1. പിന്നെ ആ 1 ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കിയാൽ ഇങ്ങനെ വരിക 3010 ഉണ്ടോ? ഇങ്ങനെ വരുന്നത്. ഇനി മൈനസ് ഇട്ടു. അടുത്ത നമ്പർ 2 ആണ്. 2 ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കാണ്. ഇതും ഒഴിവാക്കും, ഇതും ഒഴിവാക്കും. അപ്പൊ എന്താണ്? -1040 ഉണ്ടോ? ഇനി അടുത്തത് +4. ഈ 4 ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കിയാൽ -13 പിന്നെ 41 ഉണ്ടോ? ഇതാണ് അതിന്റെ എക്സ്പാൻഷൻ. ഇത് ഓരോന്നും നമ്മൾ ഇവാലുവേഷൻ നടത്തണം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയ 0 - 0 ഉണ്ടോ? 3 ഇൻറ്റു 0 -1 ഇൻറ്റു 0. ഇനി -2 ഇൻറ്റു ഇവിടെ എന്താ? -1 ഇൻറ്റു 0 0, 4 ഇൻറ്റു 0 0, ഇതും 0 ആണ്. ഇനി ലാസ്റ്റ് നോക്കിയേ +4 ഇൻറ്റു -1 ഇൻറ്റു 1 -1 -4 ഇൻറ്റു 3 12 ഉണ്ടോ? അപ്പൊ ഇവിടെ ഇത് 0 ആയതുകൊണ്ട് 1 ഇൻറ്റു 0 0 ആയിരിക്കും. ഇവിടെയും അതുപോലെ തന്നെ 0 ആയിരിക്കും. ഇവിടെ നോക്കിയേ 4 ഇൻറ്റു -13, 4 ഇൻറ്റു -13. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരിക? -52. അതായത് ഈ മാട്രിക്സിന്റെ ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ -52 ആണ്. ഇതെങ്ങനെ കിട്ടി? നമ്മള് ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഷൻ നടത്തിയേക്കുക അല്ലേ? ഇനിയിപ്പോ നോക്കിയേ, ഞാനിത് സെക്കൻഡ് റോ വെച്ചിട്ട് എക്സ്പാൻഷൻ നടത്തി നോക്കാം കേട്ടോ. അപ്പൊ ഈ ആൻസർ തന്നെ വരുമോ എന്നുള്ളത് നോക്കാം. നോക്കിയോളൂ, ഞാൻ സെക്കൻഡ് റോ വെച്ചിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. അപ്പൊ സെക്കൻഡ് റോ വെച്ച് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഒരു മൈനസ് ഇടണം. അപ്പൊ മൈനസ്, പിന്നെന്താണ് ഇവിടുത്തെ നമ്പർ? അത് -1 ആണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ഇടണം ഉണ്ടോ? മൈനസ് ഇട്ടിട്ട് പിന്നെ -1, പിന്നെ ഈ -1 ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കിയാൽ 2410 ഉണ്ടോ? 2410. ഇനി അടുത്തത് +3 ആണ് ഈ നമ്പർ. ഇത് ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കിയാൽ 1440 ഉണ്ടോ? അതാണ് വരുന്നത്. ഇനി അടുത്തത് നോക്കിയോളൂ, -0 ഇൻറ്റു ഇത് ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കിയാൽ 1241. ഓക്കെ, ഇതാണ് വരുന്നത്. ഇനി നോക്കിയേ, ഈ 2 മൈനസ് അടുത്തത് വന്നുകൊണ്ട് 1 ആണ്. 1 ഇൻറ്റു ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയ 0 -4 ഉണ്ടോ? ഇനി ഇവിടെ +3 ഇൻറ്റു ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത 0 -16 ഉണ്ടോ? ഇനി ഇവിടെ നോക്കി -0 ഇൻറ്റു 1 -8 ഉണ്ടോ? അപ്പൊ നോക്കിയേ, ഇവിടെ 1 ഇൻറ്റു -4 -4, ഇവിടെ 3 ഇൻറ്റു -16 -48, ഇവിടെ 0 ഇൻറ്റു ദിസ്, അപ്പോൾ 0 ആണ്. അപ്പൊ നോക്കി -52 ഉണ്ടോ? ഇതെങ്ങനെ കിട്ടിയത്? സെക്കൻഡ് റോ വെച്ച് ചെയ്തത് അല്ലേ? ഇതേപോലെ തേർഡ് റോ വെച്ച് ചെയ്താലും നമുക്ക് ഇതേ ആൻസർ തന്നെ കിട്ടാം. ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഷൻ നടത്തിയാൽ ഇതേ ആൻസർ കിട്ടാം. അപ്പൊ ഒരു ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാണാൻ ഏത് റോ വെച്ചിട്ടും എക്സ്പാൻഷൻ നടത്താം, ഏത് കോളം വെച്ചിട്ടും എക്സ്പാൻഷൻ നടത്താം. ഇൻ ഓൾ ദീസ് കേസസ് വി വിൽ ഒബ്റ്റെയിൻ ദ സെയിം വാല്യൂ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇനി നമ്മൾ അഞ്ചാമത്തെ ഒരു പ്രോബ്ലത്തിലേക്ക് ഒന്ന് കിടക്കാം. അഞ്ചാമത്തെ പ്രോബ്ലം തേർഡ് ഓർഡർ തന്നെയാണ് കേട്ടോ. ഡിറ്റർമിനന്റ് ആദ്യം 0, പിന്നെ സൈൻ ആൽഫ, പിന്നെ -cos ആൽഫ. ഇതാണ് ഫസ്റ്റ് റോ. അടുത്തത് -sin ആൽഫ, 0 sin ബീറ്റ. പിന്നെ അടുത്തത് cos ആൽഫ -sin ബീറ്റ, പിന്നെ 0. ഇതിന്റെ വാല്യൂ കാൽക്കുലേഷൻ നടത്തണം. അപ്പോൾ ഇത് കാൽക്കുലേഷൻ നടത്താനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു റോ വെച്ച് എക്സ്പാൻഷൻ നടത്താം. നമ്മൾ ഫസ്റ്റ് റോ വെച്ച് ചെയ്യണം. അപ്പൊ 0 ഇൻറ്റു 0 sin ബീറ്റ, പിന്നെ താഴെ -sin ബീറ്റ 0 ഉണ്ടോ? ഇനി -sin ആൽഫ ഇൻറ്റു
അത് ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കിയാൽ മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ പിന്നെ കോസ് ആൽഫ 0. ഇനി ലാസ്റ്റ് ഇതാണ്. അപ്പൊ പ്ലസ് ആണ് വരിക, പിന്നെ ഇവിടുത്തെ മൈനസ് ഉണ്ട്. അപ്പൊ മൈനസ് കോസ് ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ആൽഫ 0 കോസ് ആൽഫ മൈനസ് സൈൻ ബീറ്റ. ഇതാണ് എക്സ്പാൻഷൻ നടത്തിയ കിട്ടുന്നത്. ഇത് നോക്കൂ, ഈ ഫസ്റ്റില് 0 ഇൻറ്റു ദിസ് അല്ലേ, അതെന്തായാലും 0 വരുള്ളൂ അല്ലേ. അപ്പൊ 0 എന്ന് ഞാൻ എഴുതി. ഇനി അടുത്ത് നോക്കിയേ, മൈനസ് സൈൻ ആൽഫ ഇൻറ്റു ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി നോക്കിയേ. ഇത് 0 പിന്നെ മൈനസ് കോസ് ആൽഫ സൈൻ ബീറ്റ ഉണ്ടോ, കോസ് ആൽഫ സൈൻ ബീറ്റ, കാരണം ഇത് 0 മൈനസ് ദിസ് ആണ്. ഇനി അടുത്ത് നോക്കിയേ, മൈനസ് കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ സൈൻ ബീറ്റ മൈനസ് 0. ഇത്രയാണ് വരുന്നത്, എക്സ്പാൻഷൻ നടത്തി വരുന്നത്. അപ്പൊ അതിലെ നോക്കുക, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആദ്യത്തത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കി. ദിസ് ഇസ് ഈക്വൽ ടു ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് പോയി സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ ബീറ്റ മൈനസ് ഇവിടെ എന്താ വരിക, സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ ബീറ്റ. ഇത് രണ്ടും സെയിം അല്ലേ, മൈനസ് ചെയ്യുന്നു, അപ്പൊ ഈക്വൽ ടു 0 വരുന്നു. അപ്പൊ അങ്ങനെ ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആണെന്ന് കിട്ടുന്നു. ഇത് എങ്ങനെ കിട്ടിയത്, ഫസ്റ്റ് റോ വെച്ച് നമ്മൾ എക്സ്പാൻഷൻ നടത്തി, അങ്ങനെ കിട്ടിയ ആൻസർ ആണ് 0 എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ, ആറാമത്തെ ക്വസ്റ്റ്യൻ. ഡിറ്റർമിനന്റ് ആണ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1. ഇതാണ് ഫസ്റ്റ് എലമെന്റ്. പിന്നെ എക്സ് മൈനസ് 1, പിന്നെ ഇവിടെ എക്സ് പ്ലസ് 1, ഇവിടെ എക്സ് പ്ലസ് 1. ഇതിന്റെ വാല്യൂ കാൽക്കുലേഷൻ നടത്തണം. അപ്പൊ ഇതിന്റെ വാല്യൂ ഇത് സെക്കൻഡ് ഓർഡർ ആണ് അല്ലേ. അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി മൈനസ് ചെയ്താൽ മതി. ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, മൈനസ് ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നോക്കി, ദിസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 പിന്നെ മൈനസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1, എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ ഇത് നമുക്ക് നോക്കാം. ഒരു കാര്യം ചെയ്തുള്ളൂ, ഒന്നുകിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു എക്സ് പ്ലസ് 1 ഇവിടെ കോമൺ ഫാക്ടർ അല്ലേ, അത് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 പിന്നെ എന്താ വരിക, ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1, ഇവിടെ ബാക്കി എന്ത് വരും, മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ഉണ്ടോ. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇൻറ്റു ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1, ഇവിടെ മൈനസ് എക്സ് പിന്നെ പ്ലസ് 1 എന്ന് വരുന്നു, മൈനസ് എക്സ് പ്ലസ് 1. അതായത് ഈ ഭാഗം മൈനസ് ഉള്ളിലേക്ക് പോകും, മൈനസ് എക്സ് പ്ലസ് 1. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കി. ഇവിടെ എക്സ് പ്ലസ് 1 പിന്നെ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 2 എന്ന് വരുന്നുണ്ട് ഉണ്ടോ. അപ്പോ ഈ വാല്യൂ വരുന്ന കേസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 2. ഇനി ഇത് തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി വേറൊരു മെത്തേഡ് കൂടി ഞാനിവിടെ പറയാണ്. ഇത് നമ്മൾ കോമൺ ഫാക്ടർ എടുത്തിട്ട് ചെയ്തതാ. ഇനി ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എന്താ വരുന്നത് നോക്കൂ. This is equal to x square minus x plus 1 into x plus 1 പിന്നെ മൈനസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. നേരത്തെ ചെയ്തത് വേറെ രീതിയിൽ ചെയ്തതാണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക എക്സ് ക്യൂബ് പ്ലസ് 1 എന്നുള്ളൊരു ആൻസർ കിട്ടുക. ഏത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബ് പിന്നെ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പൊ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തത് ആൻസർ കിട്ടുന്ന ഉറപ്പാണ്. ഇനി നോക്കിയോളൂ, മൈനസ് ഇവിടെ എന്താ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് ഉണ്ടോ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് കിട്ടും. അപ്പൊ നേരത്തെ പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ തന്നെ കിട്ടുക കേട്ടോ. ഇത് നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ,
ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു എന്ന് മാത്രം. അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നൊക്കെ എഴുതാൻ പറ്റും. ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് കൂടെ എഴുതിയേക്കുന്നത്. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിട്ട് കിട്ടും കേട്ടോ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഈ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതെല്ലാം ഡിറ്റർമിനന്റിന്റെ ആ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് നോക്കൂ, 7ാമത്തെ ക്വസ്റ്റ്യൻ ഒരു തേർഡ് ഓർഡർ ഡിറ്റർമിനന്റ് ആണ്. 3 - 1 - 2 0 0 - 1 3 - 5 0. ഇതാണ് കാണുന്നത്. ഇത് കാണണമെങ്കിൽ ഏത് റോ വെച്ചിട്ടും ചെയ്യാം, ഏത് കോളം വെച്ചിട്ടും ചെയ്യാം. പക്ഷെ ഞാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോണത് സെക്കൻഡ് റോ വെച്ചിട്ടൊന്ന് എക്സ്പാൻഷൻ നടത്തുക. എന്താ ഈ സെക്കൻഡ് റോയ്ക്ക് എന്താ പ്രാധാന്യം? സെക്കൻഡ് റോയിൽ കൂടുതൽ സീറോകളുണ്ട്. അതുകൊണ്ട് അത്രയും കാര്യങ്ങളൊക്കെ കളയാൻ നമുക്ക് അതുകൊണ്ടാണ് കേട്ടോ. സെക്കൻഡ് റോ വെച്ച് ചെയ്യുമ്പോൾ ആദ്യം എന്താ വരിക? മൈനസ്, പിന്നെ 0 ഇൻറ്റു ഇത് ഇപ്പെടുന്ന റോയും കോളം ഒഴിവാക്കിയാൽ -1 - 2 -5 0 ഉണ്ടോ. അപ്പൊ ഇത് കാണാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 0 ഇൻറ്റു ദിസ് 0 ആണല്ലോ. അപ്പൊ ഇതിന്റെ എക്സ്പാൻഷൻ ഒന്നും നടത്തണ്ട, അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് നോക്കിയേ, അടുത്തത് ഇതാ +0 ഇൻറ്റു ഇത് ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കിയാൽ 3 - 2 3 0. ഇതും നിങ്ങൾ കാൽക്കുലേഷൻ നടത്തേണ്ട കാര്യമില്ല, കാരണം 0 ഇൻറ്റു ദിസ് എന്തായാലും 0. അപ്പൊ ഇതും 0 വന്നു, ഇതും 0 വന്നു. ഇനി അടുത്ത് നോക്കി, ഇവിടെ പ്ലസ് വന്നു, പിന്നെ മൈനസ് ഇടണം, പിന്നെ -1 ഉണ്ട് കേട്ടോ. അത് ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കിയാൽ 3 - 1 3 - 5 ഉണ്ടോ. അപ്പൊ ഞാൻ ചെയ്തത് ഇവിടെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ്, ഇവിടെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ്. അപ്പൊ ആദ്യത്തെ രണ്ട് ടേം 0 ആയി അല്ലേ. ഇവിടെ രണ്ട് മൈനസ് ഉള്ളതുകൊണ്ട് പ്ലസ് ആയി. പിന്നെന്താണ് 3 - 1 3 - 5. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. -15 -3. അപ്പൊ -15 + 3 അത് -12 ആണ് ആൻസർ വരുന്നത്. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ -12 എന്ന ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് റിസൾട്ടുകൾ ഈ രീതിയിൽ പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നോക്കിക്കോളൂ. ഇതും ഒരു തേർഡ് ഓർഡർ തന്നെയാണ്. അപ്പോ ഈ തേർഡ് ഓർഡർ മാട്രിക്സ് ഒക്കെ എക്സ്പാൻഷൻ നടത്തുമ്പോൾ കൂടുതൽ സീറോസ് ഉള്ള റോ അല്ലെങ്കിൽ കോളം ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം അത്രയും കാര്യങ്ങൾ പെട്ടെന്ന് 0 ആയിട്ട് പോയില്ലേ, ബാക്കിയുള്ളതല്ലേ കാണുന്നത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നോക്കി, എട്ടാമത്തത് ഡിറ്റർമിനന്റ് 1 1 - 2, പിന്നെ 2 1 - 3 5 4 - 9. ഇതാണ് കാൽക്കുലേഷൻ നടത്തേണ്ടത്. അപ്പൊ ഇവിടെ ആസ് യൂഷ്വൽ എക്സ്പാൻഷൻ നടത്താം. ഏത് കോളം വെച്ചിട്ട് എക്സ്പാൻഷൻ നടത്താം, ഏത് റോ വെച്ചിട്ടും ചെയ്യാം. ഞാൻ ഫസ്റ്റ് റോ ഉപയോഗിക്കാൻ വിചാരിച്ചോളൂ. അപ്പോൾ 1 ഇൻറ്റു 1 - 3 4 - 9. ഇനി -1 ഇൻറ്റു ആ റോയും കോളം ഒഴിവാക്കിയാൽ 2 - 3 5 - 9. 2 - 3 5 - 9. ഇനി അടുത്ത് നോക്കിയോളൂ, പ്ലസ് ആണ്. പ്ലസ് ഇവിടെ -2 ഉണ്ട്, പിന്നെ 2 1 5 4 ഉണ്ടോ. എക്സ്പാൻഷൻ ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. 1 ഇൻറ്റു പിന്നെ ഇതും ഒഴിവാക്കിയാൽ 1 - 3 4 - 9. -1 ഇൻറ്റു പിന്നെ ഒഴിവാക്കിയാൽ 2 - 3 5 - 9. പിന്നെ അടുത്തത് പ്ലസ് -2 2 1 5 4. ഇതൊന്ന് എക്സ്പാൻഷൻ നടത്തിയ 1 ഇൻറ്റു -9 പ്ലസ് 2 ആണ്. ഇനി -1 ഇൻറ്റു -18 പ്ലസ് 15. ഇവിടെ -2 ഇൻറ്റു 8 - 5. ഇത് 3 ആണ്. 3 ഇൻറ്റു 1 3 ആണ്. ഇവിടെ -3 ആണ്. -3 ഇൻറ്റു -1 പ്ലസ് 3. ഇവിടെ 3 ആണ്. 3 ഇൻറ്റു -2 6 ആണ് കണ്ടോ. അപ്പൊ ഇവിടെ 3 + 3 6 - 6 = 0 ആണ്. അതായത് ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഒരു 8 പ്രോബ്ലംസ് പല തരത്തിലുള്ളത് ചെയ്തു. അതായത് സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറും പിന്നെ ആൾജിബ്രൈക് ടേംസും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. പക്ഷെ അതിലൊക്കെ നമുക്ക് ഡിറ്റർമിനന്റ് എക്സ്പാൻഷൻ നടത്തി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എക്സ്പാൻഷൻ നടത്തുമ്പോൾ നിങ്ങൾ വലിയ ഓർഡറിന്റെ ഒക്കെ ആണെങ്കിൽ സീറോസ് കൂടുതൽ വരുന്ന റോ അല്ലെങ്കിൽ കോളം ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നത് നമുക്ക് കൺവീനിയൻസ് ഉണ്ടാകും കേട്ടോ. കാരണം വെച്ചാൽ അത്രയും ഭാഗങ്ങൾ പെട്ടെന്ന് നമുക്ക് 0 ആക്കി കളയാൻ പറ്റും കേട്ടോ. അത് ഒന്ന് നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോളൂ. ഇതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് the value of x, the value of x for which എന്നിട്ട് അങ്ങനെ എഴുതാം, determinant 2 4 5 1 equal to determinant 2x 4 6x. അതായത് ഇവിടെ രണ്ട് ഡിറ്റർമിനന്റുകൾ തന്നേക്കാണ്, അത് രണ്ടും ഈക്വൽ ആണ്. അതായത് ഈ ഡിറ്റർമിനന്റും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കാണാനാണ്. ഇത് മാട്രിക്സ് അല്ല കേട്ടോ, ഡിറ്റർമിനന്റ് ആണ്. നമ്മൾ സാധാരണ മാട്രിക്സ് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക, കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടുത്തെ 2x ആണെങ്കിൽ 2 ഈക്വൽ ടു 2x എന്ന് എഴുതി അതിന്റെ എക്സിന്റെ വാല്യൂ 1 എന്ന് പറയും. ഇവിടെ അങ്ങനെ ചെയ്യരുത്. മാട്രിക്സിന്റെ കാര്യത്തിൽ നമുക്ക് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞ് ഇതുപോലെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ ഡിറ്റർമിനന്റ് ആയതുകൊണ്ട് ആ രീതിയിൽ ചെയ്യാൻ പാടില്ല. ഇവിടെ എന്ത് ചെയ്യണം വെച്ചാല് ലെഫ്റ്റ് സൈഡിന്റെ വാല്യൂ കാണുക, റൈറ്റ് സൈഡിന്റെ വാല്യൂ കാണാം. ലെഫ്റ്റ് സൈഡിന് എങ്ങനെ കാണാം, 2 into 1 2 minus 5 into 4 20 ഉണ്ടാവും. ഇതാണ് ലെഫ്റ്റ് സൈഡിന്റെ വാല്യൂ. റൈറ്റ് സൈഡിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ 2x square minus 24 ഉണ്ടാവും. ഈ 2 minus 20 എത്രയാണ്, -18 equal to 2x square minus 24. ആ -24 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ -18 plus 24 equal to 2x square. ഇതെന്താണ് ആഡ് ചെയ്യുമ്പോൾ 6 ആണ് വരിക, 2x square. അതിൽ നിന്ന് x square equal to 6/2 that is 3. x square 3 ആണെങ്കിൽ x equal to plus or minus √3 എന്ന് പറയാൻ പറ്റുന്നു. അതായത് ഈ രണ്ട് ഡിറ്റർമിനന്റും ഈക്വൽ ആകണമെങ്കിൽ എക്സിന്റെ വാല്യൂ ഐദർ √3 അല്ലെങ്കിൽ -√3 ആയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് തെറ്റുവരാൻ സാധ്യതയുണ്ട്. കാരണം മാട്രിക്സ് ആണെന്നുള്ള ധാരണയിലെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കാണാൻ നോക്കിയാൽ അത് റോങ് ഇൻഫർമേഷനിലേക്കാണ് എത്തുക. ഇവിടെ നിങ്ങൾ വാല്യൂ കണ്ട് അത് ഇക്വേറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇനി അടുത്തതും ഇതേപോലെ എക്സിന്റെ വാല്യൂ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സിന്റെ വാല്യൂ കാണാനായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് ദ determinant 3x in x1 that is equal to determinant 3 2 4 1. ഈ രണ്ട് ഡിറ്റർമിനന്റും ഈക്വൽ ആണ് in such a way that you have to find out the value of x. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേഷൻ നടത്തണം. അപ്പോൾ ഇത് ഇങ്ങനെ കാൽക്കുലേഷൻ നടത്താം. 3 into 1 3 minus x square. ഇവിടെ എങ്ങനെയാ 3 minus 8 ഉണ്ടോ, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ എക്സ് സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇവിടെ കിടക്കട്ടെ. 3 minus 8 -5 ആണ് കേട്ടോ. ഈ നെഗറ്റീവ് -5 ഇങ്ങോട്ടും ഇത് പ്രത്യേകം കൊണ്ടുവരാം. അപ്പൊ 3 + 5 = x square അല്ലെങ്കിൽ x square = 8. അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ √8 എന്ന് പറഞ്ഞാൽ +or -2√2 എന്ന് വരും. അതായത് എക്സിന്റെ വാല്യൂ +or -2√2 ആണ് ഈ രണ്ട് ഡിറ്റർമിനന്റും ഈക്വൽ ആകുകയാണെങ്കിൽ. ഓക്കെ, ഇനി വൺ മോർ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് തന്നെയാണ് കേട്ടോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് determinant 2 3 4 5 equal to determinant x3 2x 5. ഇതാണ് നമുക്ക് ഡിറ്റർമിനന്റ് ഇവാലുവേഷൻ നടത്താനായിട്ടുള്ളത്. 2 3 4 5 ഇവിടെ x3 2x 5. ഓക്കെ, അപ്പൊ ഇവിടെ നേരത്തെ ചെയ്ത പോലെ എന്ത് വേണം, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണണം. 2 into 5 10 -12. ഇവിടെ 5x - 6x ഉണ്ടോ. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി ഇത് ചെയ്യുമ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി ചെയ്യുമ്പോൾ കേട്ടോ. 10 - 12 -2 ആണ്. 5x - 6x -x ആണ്. രണ്ടു ഭാഗത്തും മൈനസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 = x or otherwise x = 2 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെ എക്സിന്റെ വാല്യൂ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ട് ഡിറ്റർമിനന്റുകൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്നും എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇവിടെ എന്താ ചെയ്യുന്നത്, രണ്ട് സൈഡും സെപ്പറേറ്റ് ആയിട്ട് കണ്ട് അതിൽ നിന്നും നമുക്ക് വാല്യൂസ് കാണാനായിട്ട് സാധിക്കും.
ചിലപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാട്ടോ. അതായത് ഇങ്ങനെ ഒരു ഡിറ്റർമിനന്റ് തരികയാണ്. ഡിറ്റർമിനന്റ് 2p4 1 minus 1 2 5 1 1 4 this is equal to 0. അതായത് ഈ ഡിറ്റർമിനന്റ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് p. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇത് എക്സ്പാൻഷൻ നടത്തി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ p യിലുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്താൽ ആൻസർ ആയി കേട്ടോ. അത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് നിങ്ങൾ അസൈൻമെന്റ് പോലെ ഒന്ന് ചെയ്തു നോക്കുക. എന്താണ് p യുടെ വാല്യൂ എന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഇനി ഞാൻ പോകുന്നത് ചില പ്രോപ്പർട്ടീസ്, അതായത് ഡിറ്റർമിനന്റിന്റെ ചില പ്രോപ്പർട്ടീസ് ആണ് പറയാൻ പോകുന്നത്. എന്തിനാണ് ഈ പ്രോപ്പർട്ടീസ് പഠിക്കണമെന്ന് ചോദിച്ചാല്, ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഓർഡർ ഡിറ്റർമിനന്റ് കാണാൻ മെത്തേഡ് ഉണ്ട് അല്ലേ? എന്താ ചെയ്യുന്നത്? ആ ഡിറ്റർമിനന്റ് അകത്തുള്ള വാല്യൂ എന്താണോ അത് തന്നെയാണ് അതിന്റെ ഡിറ്റർമിനന്റ്. സെക്കൻഡ് ഓർഡർ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ദെൻ ടേക്ക് ദ സബ്ട്രാക്ഷൻ. ഇനി തേർഡ് ഓർഡർ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? ബൈ ദ മെത്തേഡ് ഓഫ് എക്സ്പാൻഷൻ, എക്സ്പാൻഡ് അലോങ് എനി റോ ഓർ കോളം. ഏത് റോ വെച്ചും ഏത് കോളം വെച്ചും എക്സ്പാൻഷൻ നടത്തി അതിന്റെ വാല്യൂ കാണാൻ പറ്റും അല്ലേ? ഇത് നമുക്ക് ഇതുവരെ വലിയ കുഴപ്പമില്ല. പക്ഷെ ഹയർ ഓർഡർ മാട്രിക്സുകളുടെ ഡിറ്റർമിനന്റ് കാണാനായിട്ട് പറഞ്ഞാൽ അത് സ്വല്പം ബുദ്ധിമുട്ടാണ്. ഈ മെത്തേഡൊക്കെ വെച്ചിട്ട് എക്സ്പാൻഷൻ നടത്തി അതൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോൾ തെറ്റാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ ഇത്തരം സാഹചര്യങ്ങളിൽ ചില കേസുകളിൽ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഇവാലുവേഷൻ നടത്താനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ചില പ്രോപ്പർട്ടികളാണ് ഇന്ന് നമ്മൾ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്. അതായത് ഒരു ഡിറ്റർമിനന്റിന്റെ, ഒരു മാട്രിക്സിന്റെ ഡിറ്റർമിനന്റും അതിന്റെ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റും സെയിം ആയിരിക്കും എന്നുള്ളതാണ് പ്രോപ്പർട്ടി. അതായത് ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. അതായത് എ എന്ന സ്ക്വയർ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റും അതിന്റെ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റും സെയിം ആണ് എന്ന് പറഞ്ഞാൽ, ഒരു സ്ക്വയർ മാട്രിക്സിലെ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്താൽ വി വിൽ ഒബ്റ്റെയിൻ അനദർ സ്ക്വയർ മാട്രിക്സ് ഓഫ് ദി സെയിം ഓർഡർ. പക്ഷെ അതിന്റെ രണ്ടിന്റെയും ഡിറ്റർമിനന്റ് സെയിം ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കിക്കോളൂ. ഞാനൊരു മാട്രിക്സ് 1 2 3 4 എടുത്തു. ഉണ്ടോ? ഇത് എ എന്ന മാട്രിക്സ് ആണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാം. അതായത് ഡിറ്റർമിനന്റ് എ എന്തായിരിക്കും വരിക? 4 - 6 = -2 അല്ലെ? ഇനി ഞാൻ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുകയാണ്. എ ട്രാൻസ്പോസ് എന്താണ്? എ ട്രാൻസ്പോസ് 1 3 2 4 ഉണ്ടോ? ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുന്നു. എ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും വരിക? 4 - 6 -2. അതായത് ഏതൊരു സ്ക്വയർ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റും അതിന്റെ ട്രാൻസ്പോസ് എങ്ങനെ കിട്ടുന്നത്? ബൈ ഇന്റർചേഞ്ചിങ് ദ റോസ് ആൻഡ് കോളംസ് ഓഫ് ദി ഗിവൺ മാട്രിക്സ്. അതിന്റെ ഡിറ്റർമിനന്റും സെയിം ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്ന രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാല്, രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇതാണ്. ഒരു സ്ക്വയർ മാട്രിക്സിന്റെ ഏതെങ്കിലും രണ്ട് റോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോളം ഇന്റർചേഞ്ച് ചെയ്താൽ അതിന്റെ ഡിറ്റർമിനന്റ് ആദ്യത്തെ ഒറിജിനൽ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റിന്റെ നെഗറ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു മാട്രിക്സ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. A = 1 2 3 4 5 6 -1 2 0. ഇതൊരു സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ് അല്ലേ? ഇതിന്റെ ഡിറ്റർമിനന്റ് ഞാൻ കണ്ടു എന്ന് വിചാരിച്ചോ. ഞാനൊരു റഫായിട്ടാ പറഞ്ഞു കേട്ടോ. ഇതിന്റെ ഡിറ്റർമിനന്റ് ഒരു 10 ആണെന്ന് വിചാരിച്ചോ. 10 ഒന്നും ആവില്ല, ചിലപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ്, അതായത് ഡിറ്റർമിനന്റ് A 10 ആണെന്ന് വിചാരിക്കുക. ആവണമെന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു റഫ് എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ ഈ ഫസ്റ്റും സെക്കൻഡ് റോയും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തെന്ന് വിചാരിച്ചോളൂ. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും, അതായത് 4 5 6 ഇവിടെ 1 2 3 -2 -1 2 0. ഇതൊരു പുതിയ മാട്രിക്സ് അല്ലെ? ഇതിന്റെ ഡിറ്റർമിനന്റ് ഈ ആദ്യത്തെ നെഗറ്റീവ് ആയിരിക്കുന്ന പറയുന്നു. ഇത് 10 ആയിരുന്നു എങ്കിൽ ഇതിന്റെ വാല്യൂ -10 ആയിരിക്കും. അതായത് ഏതെങ്കിലും രണ്ട് റോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോളം ഇന്റർചേഞ്ച് ചെയ്താൽ ആ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഒറിജിനൽ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നെഗറ്റീവ് ആയിരിക്കും. ഒറിജിനൽ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 10 ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അതിന്റെ ഡിറ്റർമിനന്റ് -10 ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അതാണ് ഈ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇങ്ങനെ പ്രോപ്പർട്ടീസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു മാട്രിക്സിന്റെ
അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനന്റിലെ ഏതെങ്കിലും രണ്ട് റോ ഐഡന്റിക്കൽ ആകുക. എന്താണ് ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരേപോലെ ആയിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കോളം ഒരേപോലെ ആയിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. കാൽക്കുലേഷൻ നടത്തേണ്ട കാര്യമില്ല. ഒരു ഉദാഹരണമായിട്ട് നോക്കിയോളൂ. എ എന്നൊരു മാട്രിക്സ് ഞാനിവിടെ എഴുതാണ്. 1 2 3 -4 5 1 1 2 3 ഉണ്ടോ? ഇതൊരു സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കിയേ. R1 എന്ന റോ ഫസ്റ്റ് റോയും തേർഡ് റോയും ഒരേപോലെയാണ്. ഒരേപോലെ എന്ന് പറഞ്ഞാൽ ഐഡന്റിക്കലാ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓർമ്മിച്ചോളൂ, ഇതിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. വെരിഫൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആയിട്ട് ചെയ്തോ. പ്രോബ്ലം എവിടെ കിടക്കുന്നുണ്ടല്ലോ. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. അപ്പൊ ഇത് വലിയ മാട്രിക്സ് ആണെന്ന് വിചാരിച്ചോളൂ. അത് എങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. അതായത് കൂടുതൽ റോസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. 1 2 3 4 ഇവിടെ -4 5 1 0 1 2 3 4 പിന്നെ -2 1 5 1. ഇതൊരു ഫോർത്ത് ഓർഡർ മാട്രിക്സ് ആണ്. ഫോർത്ത് ഓർഡർ എക്സ്പാൻഷൻ നടത്തി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിലധികം സമയം ചിലപ്പോൾ എടുത്തുന്നു വരും. മനസ്സിലായോ? പക്ഷേ ഇതിന്റെ വാല്യൂ പെട്ടെന്ന് പറയാൻ പറ്റും, 0 ആണ്. അതിന്റെ കാരണം എന്താ? ഫസ്റ്റ് റോയും തേർഡ് റോയും ഐഡന്റിക്കൽ ആണ്. ഉണ്ടോ? അപ്പോ എക്സ്പാൻഷൻ പോലും നടത്താതെ by make use of these properties we can find the value of this determinant. അതാണ് ഇതിന്റെ ഒരു പ്രധാന. അപ്പൊ ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് പഠിച്ചാൽ ചില കേസിലെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ഡിറ്റർമിനന്റിന്റെ കാര്യത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടി നോക്കിക്കോളൂ. അതായത് ഒരു മാട്രിക്സ് A equal to 1 2 3 4 ഇങ്ങനെ മാട്രിക്സ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇതിന്റെ ഡിറ്റർമിനന്റ് ഞാൻ കാണുകയാണെങ്കിൽ അത് കിട്ടുക നമുക്ക് -2 എന്നാ കിട്ടുക. അത് കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യണം വെച്ചാല് ഇതിനെ ഫസ്റ്റ് റോയിനെ ത്രൂ ഔട്ട് ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് റോയിനെ ത്രൂ ഔട്ട്. അപ്പൊ എന്താ? ഇവിടെ 5 ഇവിടെ 10. താഴെ ഒന്നും ചെയ്യണില്ല കേട്ടോ. അപ്പൊ ഈ മാട്രിക്സ് എങ്ങനെ കിട്ടിയത്? ബൈ മൾട്ടിപ്ലൈങ് ദ ഫസ്റ്റ് റോ ബൈ 5 അല്ലേ? അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ഇതാണിത്. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് കണ്ടു നോക്കി. ഇവിടെ 20 - 30 20 - 30 -10 ആണ്. ആദ്യം -2 ആയിരുന്നു, ഇപ്പോ -10 ആയി. ഇവിടെ എന്താ ചെയ്തത്? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? അപ്പൊ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഡിറ്റർമിനന്റും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പെട്ടു അല്ലേ? ഡിറ്റർമിനന്റ് -2 ആയിരുന്നു, ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കിട്ടും. ഉണ്ടോ? അപ്പൊ ഏതെങ്കിലും ഒരു റോയിനെ ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ദ വാല്യൂ ഓഫ് ദി ഡിറ്റർമിനന്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദാറ്റ് നമ്പർ. ഇനിയിപ്പോ നമ്മൾ 3 കൊണ്ടാണ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചോളൂ. അപ്പോ പുതിയ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് -6 ആയിരിക്കും. മനസ്സിലായോ? ആ രീതിയിൽ ഇപ്പൊ 10 കൊണ്ടാണെങ്കിൽ അപ്പോ ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ -20 ആയിരിക്കും. അതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഡിറ്റർമിനന്റിലെ ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളം രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ എലമെന്റ്സുകളുടെ സം ആയിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഇങ്ങനെ A equal to A plus B C plus D E plus F പിന്നെ 1 2 3 4 5 6. എന്താ പ്രത്യേകത? ഇതിലെ ഫസ്റ്റ് റോയിലത്തെ എലമെന്റ്സ് രണ്ട് ടേമുകളുടെ സമ്മാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിറ്റർമിനന്റ് എഴുതുമ്പോൾ രണ്ട് ഡിറ്റർമിനന്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് A C E ഈ ഫസ്റ്റ് എലമെന്റുകൾ ഉപയോഗിക്കാം. 1 2 3 4 5 6 കണ്ടോ? തീർന്നില്ല. പ്ലസ് അടുത്ത എലമെന്റുകൾ എഴുതാം B D F 1 2 3 4 5 6 കണ്ടോ? ഇങ്ങനെ രണ്ട് ഡിറ്റർമിനന്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ 3 ടേം ഉണ്ടെങ്കിൽ 3 ഡിറ്റർമിനന്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ബാക്കി രണ്ടാമത്തെയും മൂന്നാമത്തെ റോയിന് യാതൊരു മാറ്റവും ഇല്ല. അത് അതുപോലെ തന്നെ വരും. അതാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. അപ്പൊ നമ്മളൊരു 5 പ്രോപ്പർട്ടി ഇതിനകം പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടി, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി കൂടിയാണ്. അതായത് ഇങ്ങനെ A equal to 1 2 3 4 ഇങ്ങനൊരു മാട്രിക്സ് ഉണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യണം വെച്ചാല് ഈ റോയിനെ ഒരു 2 കൊണ്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? നേരത്തെ കണ്ടതാണ് -2 അല്ലേ?
ഞാൻ എന്താ ചെയ്യണം വെച്ചാല് ഈ റോയിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതായത് R1 എന്ന റോ ചേഞ്ച് ചെയ്യുന്നു. എങ്ങനെ? R1 plus 2 into R2. അങ്ങനെ ചെയ്താൽ we will obtain another matrix. എന്തായിരിക്കും നോക്കാം. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ആണ്, ഇവിടേക്ക് ആഡ് ചെയ്യുമ്പോൾ 7, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ആണ്, പിന്നെ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ് കേട്ടോ. പിന്നെ ഇവിടെ 3 4 തന്നെ, അതിന് മാറ്റമില്ല. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് ഒന്ന് കണ്ടുനോക്കി. 7 into 4 28 minus 30, ഇത് -2 തന്നെയാണ് കണ്ടോ. അതായത് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയത് കൊണ്ട് ഇവിടുത്തെ വാല്യൂവിന് മാറ്റം വരുന്നില്ല. ഡിറ്റർമിനന്റ് ഡസ് നോട്ട് ആൾട്ടർ. അതായത് ഏതെങ്കിലും ഒരു റോയുടെ സ്കാലാർ മൾട്ടിപ്പിള് മറ്റേതെങ്കിലും റോയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂവിനെ മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ആറാമത്തെ പ്രോപ്പർട്ടിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. കാരണം ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ ഒരു മാട്രിക്സ് എ എടുത്തു. മാട്രിക്സ് ഡിറ്റർമിനന്റ് അല്ല, ഓഫ് എനി സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ ചെയ്യാൻ. അതിലത്തെ എല്ലാ എലമെന്റ്സിനെയും ഞാൻ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചു. ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. അതായത് എ എന്ന മാട്രിക്സ് ഒരു n/n ഓർഡറിലുള്ള സ്ക്വയർ മാട്രിക്സ് ആണ്. ഇനി ഞാൻ എ എന്ന മാട്രിക്സിനെ ഒരു കെ എന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഒരു മാട്രിക്സിനെ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ആ മാട്രിക്സിലെ ഈച്ച് ആൻഡ് എവരി എലമെന്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ കെ അല്ലേ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇതിന്റെ ഡിറ്റർമിനന്റ് എടുത്തു കഴിഞ്ഞാൽ അത് k raised to n into determinant ak ഈക്വൽ ആയിരിക്കും. k raised to വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അതായത് ഒരു സ്കാലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഡിറ്റർമിനന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ എയുടെ ഓർഡർ n/n ആണെങ്കിൽ അത് k raised to n into determinant ak ഈക്വൽ ആയിരിക്കും. ഇതിപ്പോ തേർഡ് ഓർഡർ ആണെങ്കിൽ, ഇതിപ്പോ എ എന്ന മാട്രിക്സ് 3/3 ആണെങ്കിൽ ഫോർമുല k³ into determinant എന്നായിരിക്കും. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ k² into determinant a. ഫോർത്ത് ഓർഡർ ആണെങ്കിൽ k raised to 4 into determinant a. അതാണ് അടുത്ത പ്രോപ്പർട്ടി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടി കൂടി പറയാണ്. ഇതിപ്പോ എയും ബിയും രണ്ട് സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ സെയിം ഓർഡർ എന്ന് വെച്ചു, എയും ബിയും. അങ്ങനെ എയും ബിയും രണ്ട് സ്ക്വയർ മാട്രിക്സ് ഓഫ് സെയിം ഓർഡർ. അങ്ങനെയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം അതിന്റെ ഡിറ്റർമിനന്റ് കാണുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഓരോന്നിന്റെയും ഡിറ്റർമിനന്റിന്റെ പ്രോഡക്റ്റിനെ സെയിം ആയിരിക്കും. അതായത് ഡിറ്റർമിനന്റ് എ ബി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കഷൻ നടത്തിയ ഈ ഫസ്റ്റ് എപ്പിസോഡിലെ ഡിസ്കഷൻ നടത്തിയ കാര്യങ്ങളൊന്ന് സമ്മറി ഞാൻ പറയുകയാണ്. ആദ്യം ഏതൊരു സ്ക്വയർ മാട്രിക്സിനും അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു റിയൽ നമ്പർ ഉണ്ടായിരിക്കും. And usually we say that real number as determinant of that matrix. കേട്ടോ, ഇനി ഒരു സ്ക്വയർ മാട്രിക്സിന് മാത്രമേ ഡിറ്റർമിനന്റ് ഉള്ളൂ, അല്ലാത്ത മാട്രിക്സുകൾക്കൊന്നും ഡിറ്റർമിനന്റ് ഡിഫൈൻഡ് അല്ല. ഇനി ഫസ്റ്റ് ഓർഡർ മാട്രിക്സ് ആണെങ്കിൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന നമ്പർ തന്നെയാണ് അതിന്റെ ഡിറ്റർമിനന്റ്. ഇനി സെക്കൻഡ് ഓർഡർ മാട്രിക്സ് ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ആയി. തേർഡ് ഓർഡർ തൊട്ട് നമ്മൾ എക്സ്പാൻഷൻ ആണ്, യൂസിങ് എനി റോ അല്ലെങ്കിൽ എനി കോളം അല്ലേ. ഇനി പിന്നെ നമ്മൾ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കഷൻ നടത്തിയത്. അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.